എടുത്തോ, എടുത്തോളെ. ഇതോട്ട് നമുക്ക് വലയിൽ കിട്ടിയൊരു വലിയ ഗ്രാസ് കാർപ്പാണ്. അത്യാവശ്യം നല്ല സൈസ് വരുന്ന കേട്ടോ. നമുക്ക് ഒരു ദിവസം വല നോക്കാനായിട്ട് പറ്റില്ലായിരുന്നു, അപ്പോൾ അങ്ങനെ പിടിച്ച് ചത്തുപോയതാണ്. വല ശരിക്കും മുറിയിട്ടുണ്ട് കേട്ടോ. ഗ്രാസ് കാർപ്പാണ്. മീൻ ചിരിഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ, നല്ല മീനാണ്. പിന്നെ ചില ആൾക്കാർ പറയും നമ്മൾ മീനെ പിടിച്ച് കുടുക്കിയിട്ടിട്ടൊക്കെ വീടെടുക്കുന്നതാണ്. മീൻ പിടിച്ചല്ല, മീൻ മേടിച്ച് മാർക്കറ്റിൽ പോയി മേടിച്ച് 10-30 കിലോമീറ്റർ വരെയുള്ള മാർക്കറ്റിൽ പോയി മേടിച്ചിട്ട് മീനെ കുടുക്കിയിടുന്നതാണ്. ഇത് കൂട്ട് മീനൊക്കെ ഇവിടെ എവിടെയെങ്കിലും മേടിക്കാൻ കിട്ടുമോ? ചുമ്മാ ഒന്നും അറിയാതെ കുറേ ആൾക്കാർ ഇങ്ങനെ കമൻറ്റ് ഇടും കേട്ടോ. പിന്നെ മീനെ പിടിക്കുന്നവർക്കറിയാം വല എങ്ങനെ മീൻ കൊടുക്കുന്നതല്ലേ. ഇതുപോലെ ചുറ്റി വെച്ചിരിക്കുക വലയൊക്കെ. ഇത് ഇങ്ങനെയൊക്കെ മുറുകി വരുന്നുണ്ടല്ലോ, കഴുത്തൊക്കെ ശരിക്കും മുറുകിയിട്ടുണ്ട്. ഇതുപോലെ മുറുകി ഒരു ദിവസമൊക്കെ കിടന്നെങ്കിൽ ഒരു ദിവസം കിടക്കണ്ട, അതിനപ്പുറമായിട്ട് ചത്തു പോകും മീൻ ഇങ്ങനെ ഇത്രയും മുറുകിയിട്ടുണ്ടെങ്കിൽ. ഇവിടെ ഇഷ്ടംപോലെ മീൻ കിട്ടാൻ സ്ഥലം കേട്ടോ. നമുക്ക് കുടുക്കിയിട്ടിട്ട് വീഡിയോ എടുക്കേണ്ട ദാരിദ്ര്യമൊന്നുമില്ല. പിരിഞ്ഞു കിടക്കുമല്ലേ. അതുകൊണ്ട് വലയെ പിടിച്ചിട്ട് മീൻ കിടന്ന് കറങ്ങുന്ന കേട്ടോ. അത് വല ഇത്രയും ചുരുണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ വല നേരെയാക്കി എടുക്കണേ തന്നെ നല്ല ഇറങ്ങാം കേട്ടോ. ഇതിൻ്റെ നിറം കണ്ടില്ലേ, നല്ല നിറം കേട്ടോ. ചത്തുപോയി, അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും വളർത്താൻ കൊടുക്കായിരുന്നു. കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. ചോദിച്ച ആൾക്കാരൊന്നും മറന്നിട്ടില്ല കേട്ടോ. എന്തായാലും മീൻ തരുന്നതായിരിക്കും കിട്ടുമ്പം. ഗോൾഡ് ഫിഷിനെയും ഒക്കെ ചോദിച്ചിട്ടുണ്ട് കുറേ ആൾക്കാർ. അവർക്കൊക്കെ മീൻ കിട്ടുമ്പോൾ തരുന്നതായിരിക്കും കേട്ടോ വളർത്താനായിട്ട്. How's it?